ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. വ്യാജ ആരോപണമാണെന്നും പരാതി നൽകാനുണ്ടായ കാലതാമസം സംശയാസ്പദമാണെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ശക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷനും കോടതിയെ അറിയിച്ചു. ഇരുവരും ഹോട്ടലിൽ ഒരുമിച്ചുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ. അരുൺ, ഇന്ന് PT കുഞ്ഞുമുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എപ്പോഴാണ് ഹർജി പരിഗണിക്കുക? ശ്രുതി ആര്യ, ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. നേരത്തെ തന്നെ വിശദമായിട്ട് വാദങ്ങൾ കോടതി കേട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി നിർണ്ണയിക്കുക എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മാസമാണ് ഈ സംഭവം നടക്കുന്നത്. IFFK-യുമായി ബന്ധപ്പെട്ടുള്ള സിനിമകളുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിന് പിന്നാലെയാണ് മുൻ MLA-യും സംവിധായകനും കൂടിയായിട്ടുള്ള PT കുഞ്ഞുമുഹമ്മദ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകയെ ഹോട്ടലിലെ മുറിയിൽ വിളിച്ചു വരുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തത്. ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതിയിൽ PT കുഞ്ഞുമുഹമ്മദ് വാദിച്ചിരിക്കുന്നത്. ഈ യുവതിയുമായി നടത്തിയ വാട്സപ്പ് സന്ദേശം അടക്കം കോടതിയിൽ നേരത്തെ തന്നെ ഹാജരാക്കിയിരുന്നു. പക്ഷേ അതേസമയം പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം ഇവർ രണ്ടുപേരും ഒരേ സമയം ഹോട്ടലിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഈ കുഞ്ഞുമുഹമ്മദിനെ ഒരു കാരണവശാലും ജാമ്യം നൽകാൻ പാടില്ല, ഇയാളെ കസ്റ്റഡിയിൽ വിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള വാദങ്ങളാണ് നേരത്തെ തന്നെ കോടതിയിൽ ഉയർന്നിരിക്കുന്നത്. എന്തായാലും PT കുഞ്ഞുമുഹമ്മദിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമാണ്. ഇത് കെട്ടിച്ചമച്ചതും ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നും ഈ പരാതി നൽകാൻ ഏറെ വൈകിയെന്നടക്കമുള്ള വാദങ്ങളാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും കോടതി എന്താണ് മുഖവിലയ്ക്ക് എടുക്കുക എന്നുള്ളത് ഇന്ന് 11 മണിയോടുകൂടി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ശ്രുതി ആര്യ. ഓക്കെ, വ്യക്തമാണ്. PT കുഞ്ഞുമുഹമ്മദിന് ഇന്ന് നിർണായകമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.